ഹലോ ഗായ്സ്, സർവൈവൽ സീരീസ് 2ൻ്റെ എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ മെയിൻ ഗോളായിരിക്കും നല്ലൊരു പുതിയ വീടുണ്ടാക്കാൻ. അപ്പോൾ ഗായ്സ്, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗായ്സ്, അപ്പോൾ എൻ്റെ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ഏരിയയിലാണ്. ഈ ഏരിയയിൽ ഞാൻ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പോയിട്ട് നമുക്കിങ്ങനെ ബാക്കോട്ടേക്ക് പോകണം. ഈ വെള്ളത്തിൽ കൂടെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. വെള്ളത്തിൻ്റെ മുകളിലായിരിക്കും, ഉള്ളിലല്ല. ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ വീടുണ്ടാക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നല്ല രസം ഉണ്ടാകും കാണാൻ. അപ്പോൾ ബാക്കി വില്ലേജിൻ്റെ കൂടെയൊക്കെ ചേർന്നോളൂ ഗൈസ്. അപ്പോൾ ഈ ഡയറക്ഷനിലായിരിക്കും ഞാൻ വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ നമുക്ക് വീടുണ്ടാക്കാൻ തുടങ്ങാം. പക്ഷേ ഈ ഏരിയയിൽ ഞാൻ ഉദ്ദേശിക്കണത് നല്ലൊരു സ്ഥലം. അപ്പോൾ ഇത് നോക്കി, ഇവിടെ നിറച്ചും ചെറി ബ്ലോസത്തിൻ്റെ ഭയമാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് മറ്റേ പിങ്ക് കളർ ട്രീ ഉണ്ട്. അപ്പോൾ നമുക്ക് പിങ്ക് കളർ ട്രീ തന്നെ ഉണ്ടാക്കാൻ വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ ബ്യൂട്ടി അങ്ങോട്ട് പോകും. എനിക്ക് തോന്നണേ എനിക്ക് സാധാരണ ടൈപ്പ് മോഡൽ ഹൗസ് ഇഷ്ടം, മീഡിയവൽ ടൈപ്പ്. അപ്പോൾ നമുക്ക് അങ്ങനെ പോവാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരുപാട് ഓക്കിൻ്റെ ട്രീ വേണം. പക്ഷെ ഓക്കിൻ്റെ ട്രീ എടുക്കണമെങ്കിൽ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ നോക്കുക ഗൈസ്, ഈ ഒരു കുഴി, ഇതൊരു കുഴി പോലെയാണ്, വാലി അല്ലെങ്കിൽ വാലി. ഇവിടെ ഒരു പീസ് ഓക്ക് ട്രീ പോലും ഇല്ല. ഇവിടെ ആകെപ്പാടി ഓക്കിൻ്റെ മരം ഉള്ളത് ഈ വില്ലേജിലാണ്. വേറെ എവിടെയും ഈ ഓക്ക് ട്രീ ഇല്ല. അപ്പോൾ നമുക്ക് ഓക്ക് ട്രീ കിട്ടണമെങ്കിൽ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ചെന്നിട്ട് പുറത്തോട്ട് പോയാലാണ് നമുക്ക് ഓക്ക് ട്രീ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പുറത്തോട്ടേക്ക് ഇങ്ങോട്ട് ചെല്ലാൻ നോക്കാം. ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ നോക്കാം. എസ്കേപ്പ് ആവുന്നതെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ആയിരിക്കും എൻ്റെ മെയിൻ ബേസ് ഉള്ളത്. ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ ഓക്ക് ട്രീ ഒരുപാട് കിടപ്പുണ്ടാവും. അവിടെ വല്ല ഫോറസ്റ്റും കണ്ടുപിടിച്ച് അവിടെ നിന്ന് മൈൻഡ് ചെയ്യാൻ ഏറ്റവും നല്ല ഐഡിയ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് എൻ്റെ ഒരു ചെറിയ ബേസ് സെറ്റ് ചെയ്തിരുന്നു അയൺ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സൈഡിലും കണ്ട് അവിടെ ഞാൻ ചെയ്തില്ല കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ആ ബേസ് ഞാൻ പൊട്ടിച്ചെടുക്കുന്ന കേസ് തോന്നണേ. പൊട്ടിച്ചെടുത്തു. ഇല്ല എടുത്തല്ല. അപ്പോൾ കേസ് നമുക്ക് ആ കുഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ചേർന്നാണ് ദൈവം കണ്ട്. കാരണം എനിക്ക് അയൺ സ്മെൽറ്റ് ചെയ്തിട്ട് അയൺ ആർമർ ഉണ്ടാക്കണമല്ലോ. അവിടെ ഞാൻ ചെറുതായിട്ട് ഫർണസൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അവിടെ പോയി നോക്കാം, ഇവിടെ കിടപ്പുണ്ടാവും. ഗൈസ്, നമുക്ക് പിന്നെ ഒരുപാട് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം. കാരണം ഈ ബ്രെഡ് എൻ്റെ 13 ഉള്ളൂ, ഇത് പെട്ടെന്ന് തീരും. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേഗം പോയിട്ട് നമുക്ക് റിസോഴ്സ് കളക്ട് ചെയ്യാൻ നോക്കാം. അത് എൻ്റെ ആകെപ്പാടുള്ള ഓപ്ഷൻ. അതുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് എന്തെങ്കിലും സ്റ്റിക്ക് ഉണ്ടോ നോക്കട്ടെ ഗൈസ്. നമുക്ക് ഒരുപാട് ആക്സിൻ്റെ ആവശ്യം വരും. അപ്പോൾ നമുക്ക് എൻ്റെ ഇപ്പോൾ ഇത് ക്രാഫ്റ്റിംഗ് ടേബിളില്ല. എൻ്റെ ആകെപ്പാടിയുള്ള ഒരു ട്രീ ഉണ്ടായിരുന്നു ഇവിടെ, ഓക്ക് ട്രീ. ആ ഓക്ക് ട്രീ വെട്ടിയിട്ടാണ് ഈ പ്ലാങ്ക്സ് ഒക്കെ ഇട്ടിരിക്കണം ഓക്കിൻ്റെ. നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് മെനക്കാണെങ്കിൽ എന്നിട്ട് ഈ ആക്സ് ഉണ്ടാക്കാം സ്റ്റോണിൻ്റെ. ഇപ്പോൾ ഒരു സ്റ്റോണിൻ്റെ ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ആക്സ് പൊട്ടണ വരെ നമുക്ക് ഓക്ക് ട്രീ വെട്ടാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് ബെർച്ച് ട്രീ നോക്കാം. ആക്ച്വലി നമുക്ക് വില്ലേജിൽ എടുക്കണേക്കാളും നല്ലത് നിങ്ങൾ കയറി ചെല്ലണേ. അപ്പോൾ നമുക്ക് കയറി ചെല്ലാൻ നോക്കാം ഗൈസ്. ഞാൻ മുകളിൽ അപ്പുറത്തെ സൈഡിൽ ഓക്ക് ട്രീ ഉള്ള ഒരു ഫോറസ്റ്റ് കണ്ടുപിടിച്ചിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാനിവിടെ എത്തി ഗൈസ്. നമ്മുടെ ചെറി ബ്ലോസം സ്ഥലം. ഇവിടെ ഈ ബയോം എന്ത് വലുതാണ് ഗൈസ്, ഭയങ്കര വലുതാണ് ഗൈസ് ഈ ബയോം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇച്ചിരി ദൂരെ പോയാലാണ് കിട്ടണത്. അതേ ഗൈസ്, എത്തി. ഇവിടെ നിന്ന് എസ്കേപ്പ് അടിച്ചത് പറയണ്ട, എന്നാലും നല്ല സ്ഥലമാണ്. എസ്കേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു വലിയ വാലിയുടെ ഉള്ളിൽ വലിയൊരു ടൈപ്പ് കുഴി, നമ്മുടെ ചുറ്റും ചെറിയ ബ്ലോസം ബയോം സെറ്റപ്പ് സീഡാണ് ഗൈസ്. ഞാൻ ആ സീഡ് ഗൈസ് പറഞ്ഞ പോലെ ആ സീഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഈ വേൾഡിൻ്റെ സീഡ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേ ഉണ്ടാവും. എല്ലാവരും എന്നെ ഫോളോ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കുക. നമുക്കപ്പോൾ ഇവിടെ നിറച്ച് ഓക്ക് ട്രീ ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കാം ഗൈസ്. ഞാൻ ആവശ്യത്തിന് ഓക്ക് ട്രീ കണ്ടുപിടിക്കുന്നതിനേക്കാളും മുമ്പ് ഗൈസ് ഇവിടെ ഒരു ഫോറസ്റ്റ് ഇല്ല. ഇങ്ങനെയല്ല വേണ്ട, ഒരു ഫോറസ്റ്റ് ആയിട്ടാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഫോറസ്റ്റ് കണ്ടുപിടിക്കുക. ഇങ്ങനെ കിട്ടുന്നേക്കാളും നല്ലതൊരു ഫോറസ്റ്റ് കിട്ടണതാണ്. ഇങ്ങനെ കിട്ടണമെങ്കിൽ എൻ്റെ ഒരു സാപ്ലിംഗ് എടുത്തുകൊണ്ടും പോയാൽ പോരെ. നമുക്ക് ഫസ്റ്റ് ഫോറസ്റ്റ് കണ്ടുപിടിക്കാം. ഫോറസ്റ്റ് ആണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കൊണ്ട് കിട്ടിത്തോണ്ട് പോവാം ഗൈസ്. എനിക്ക് ഫോറസ്റ്റ് കണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ട്രീസ് ഉള്ളത് പറ്റില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഉള്ളൂ ഗൈസ്. ഞാൻ കണ്ടുപിടിച്ചിട്ട് കാണാം. ഇച്ചിരി ദൂരോട്ട് പോകേണ്ടി വരും, ട്രാവൽ ചെയ്യേണ്ടി വരും. അതിന് ബെഡൊക്കെ കൊണ്ടുണ്ട്. അപ്പോൾ നമുക്ക്
ഞാൻ നോക്കിയിട്ട് കാണാം. ഗായ്സ് അധികം നോക്കേണ്ട വന്നില്ല. ഞാൻ ലിറ്ററലി അവിടെ നിന്ന് ഇവിടം വരെ വന്നപ്പോഴത്തേക്കും എനിക്ക് കാണാൻ പറ്റി ഗൈസ്. അത്രേ ഉള്ളൂ, അത്രയും ദൂരം ഉണ്ടായുള്ളൂ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഫോറസ്റ്റൊക്കെ ഉള്ളത്. നമുക്ക് ആവശ്യമുള്ള വുഡ് ഇവിടുന്ന് കിട്ടിക്കോളും. നമുക്ക് ഇനി ഈ വുഡ് കളക്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഞാൻ എനിക്ക് 5 സ്റ്റാക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ 5 സ്റ്റാക്ക് ലോക്കും ബ്രിഡ്ജിൻ്റെ ആവശ്യം വരും. അതിൽ കൂടുതൽ വരുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് വെട്ടിയിട്ട് ഇപ്പോൾ നോക്കാം ഗൈസ്. നമുക്ക് ഫസ്റ്റ് ഒരു 5 സ്റ്റാക്ക് ഓരോന്ന് കൊണ്ടുപോവുക. അതാണ് സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ കൊണ്ടുപോവുക. നമുക്ക് ഇങ്ങനെ വെട്ടിയിട്ട് നമുക്ക് ലാഭമാവും നോക്കാം ഗൈസ്. നമുക്ക് ഞാൻ ആവശ്യത്തിന് ഓക്കിൻ്റെ മരം ഏറ്റവും വെട്ടാം. അപ്പോൾ ആവശ്യത്തിന് ഓക്കിൻ്റെ മരം വെട്ടിയിട്ട് കാണാം ഗൈസ്. ഒരുപാട് നേരം കഴിഞ്ഞു. ഒരുപാട് മരവും വെട്ടി, ഒരുപാട് ആക്സും പൊട്ടി. അങ്ങനെ ഒരുപാട് നേരം കഴിഞ്ഞു ഗൈസ്. നമുക്ക് നോക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഏകദേശം 2.5 സ്റ്റാക്ക് 2.25 സ്റ്റാക്ക് എൻ്റെ കിടപ്പുന്നുണ്ട്. ഇത് പോരാ, ഇത് ഉറപ്പായിട്ട് എന്തായാലും പോരാ. പക്ഷേ എനിക്ക് ഇനി മരം വെട്ടി മതിയായി ഗൈസ്. അത്രയും മരം വെട്ടിയുണ്ട്. ഇവിടെ ഉള്ള പകുതി മരവും വെട്ടി ഞാൻ. എന്നുവെച്ചാൽ പകുതിയില്ല, ഈ ഭാഗത്തുള്ള ഈ ഏരിയയിലുള്ള മരങ്ങളെല്ലാം വെട്ടി. ഇനി മരം ഇഷ്ടംപോലെ കിടപ്പുന്നുണ്ട്. പക്ഷെ ഒരു ബീർച്ചിൻ്റെ മരം പോലും ഞാൻ വെട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും ഈ കറക്റ്റ് 3 സ്റ്റാക്ക് ആയിട്ട് നിർത്താം. അത് കഴിഞ്ഞിട്ട് ബീർച്ച് ഒരു 3 സ്റ്റാക്കും കൂടി കളക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് തൽക്കാലത്തേക്ക് റിസോഴ്സ് ഇത്രയും കളക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വീടുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇതെങ്ങാനും തീർന്നു പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് ചെയ്താൽ മതിയില്ല. തൊട്ടടുത്താണ് കൈസ് ഇവിടെ. നമുക്ക് എല്ലാം ഒരടിക്ക് കളക്ട് ചെയ്യണമെന്നില്ല, പതുക്കെ ചെയ്താൽ മതി. നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ നല്ല സാപ്ലിംഗ് ഒക്കെ കളക്ട് ചെയ്യുക. കാരണം അവിടെ ഇച്ചിരി നട്ടു വയ്ക്കാം. കാരണം നമുക്ക് മരങ്ങൾ ഒരടിക്ക് ആവശ്യം വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവശ്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ നട്ടു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വേഗം ആ മരം മുറിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ബീർച്ചിൻ്റെയും കൂടി ഈ സെയിം ഇതാക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇനി ബീർച്ചിൻ്റെയും കൂടി ഏകദേശം ഇത്രയും കൂടി സ്റ്റാക്ക് ആക്കിയിട്ട് നമുക്ക് കാണാം ഗൈസ്. ഞാൻ വലിയൊരു ഡിസ്കവറി കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഞാൻ ഈ വഴി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ബീർച്ച് വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പം തന്നെ ഒരു സാധനം കണ്ടുപിടിച്ചു. ഒരു സ്പ്രൂസിൻ്റെ ലിറ്ററലി ഒരു സ്പ്രൂസിൻ്റെ മരം. സ്പ്രൂസ് ഫോറസ്റ്റ് ഗൈസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു സ്പ്രൂസ് ഫോറസ്റ്റ് ഉണ്ടാവുമെന്ന്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ CD-യിൽ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സത്യമായിട്ടും ഗൈസ് റെയർ ലക്കായിരുന്നു ഗൈസ്. ഇവിടെ നിറച്ചും ബീർച്ചിൻ്റെ മരമുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ വെട്ടാം. അതിന് മുമ്പ് ഞാൻ ഇത് വെട്ടണേക്കാളും മുമ്പ് ഞാൻ 4 സ്പ്രൂസിൻ്റെ സാപ്ലിംഗ് കൊണ്ടിട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് മരത്തിൻ്റെ കുറച്ച് പേടിക്കണ്ട, സ്പ്രൂസ് ഉള്ളതുകൊണ്ടേ. ഞാൻ എന്നാലും ഒരിക്കലും വിചാരിച്ചില്ല ഗൈസ് അവിടെ സ്പ്രൂസിൻ്റെ ഇത് കിടപ്പുണ്ടാവുമെന്ന്. ഗൈസ് വരുന്നുണ്ട് ഗൈസ്. ഇവിടെ ആ മറ്റന്മാരുണ്ട്, ട്രേഡ് ചെയ്യാൻ ആൾക്കാർ ഗൈസ്. ഇപ്പം അവനെ കണ്ടു ഒരുത്തനെ ഗൈസ്. ഒരുത്തനെ കണ്ട് അവൻ്റെ ഒച്ചയൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ അവിടെ ചികിത്സ കളണ് അവൻ അവിടെ ഉണ്ട് ഗൈസ്. നമുക്ക് അവനെ സുഖമായിട്ട് കൊല്ലാം, നൈസായിട്ട് കണ്ട് കൊല്ലാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാത്തിനും ചാവുന്നു. കാരണം എൻ്റെ കയ്യിൽ ആർമറ ഉണ്ടായില്ല. ഇപ്പം എൻ്റെ കയ്യിൽ അയൺ ആർമറ ഉണ്ട്. നമുക്ക് ഇവന്മാരെവിടെയാണെന്ന് ഞാൻ നേരത്തെ കണ്ടുവരണമല്ലോ. അവന്മാരെ കൊല്ലാം ഗൈസ്. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ കിട്ടുമെന്ന്. അത് കിടക്കുന്ന ഗൈസ് അവന്മാർ. നമുക്ക് അവന്മാരുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ഷീൽഡ് ചെയ്യിടാം. അവനെ ഫസ്റ്റ് ട്രൈ കൊന്ന് അവനക്ക് തന്നെ ചെയ്യാൻ പറ്റിയില്ല. അവൻ്റെ അടുത്തേക്ക് പതുക്കെ അങ്ങോട്ട് ചെല്ലാം. യെസ് ഗൈസ്, എനിക്ക് ഓമിനസ് സ്പോട്ടിൽ കിട്ടി ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. എനിക്ക് ബാനറും കിട്ടി, അതിൻ്റെ കൂടെ ഓമിനസ് ബോട്ടിലും കിട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് രക്ഷപ്പെട്ടു. ഇനി നമുക്ക് റെയ്ഡൊക്കെ നടത്തണമെങ്കിൽ ഈ ബോട്ടിൽ നിന്നുള്ള സാധനം കുടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് റെയ്ഡൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ ഇനി നമുക്കൊന്നും ചെയ്യണ്ട. ഇനി പിന്നെ മരം വെട്ടണേൽ തിരിച്ചു പോവുക. അതിന് മുമ്പ് നമുക്ക് ആ സ്പ്രൂസ് മരം കണ്ടുപിടിക്കാം. സ്പ്രൂസ് മരം ഇവിടെ ഗൈസ്. അതേ ആ സൈഡിലാണ് ഗൈസ്. ഞാനിങ്ങനെ പോയി എൻ്റെ വീടിൻ്റെ സ്ഥലം മറന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എനിക്ക് മറ്റേ ഈ
വേൾഡ് സ്പൂണിൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി. ഓക്കെ ഗൈസ്, നമുക്ക് സ്പ്രൂസിൻ്റെ മരം കിട്ടി. ഇനി ഇവിടെ നിന്ന് പറ്റുന്നത്രയും സാപ്ലിങ് കിട്ടാൻ നോക്കാം. എനിക്ക് സാപ്ലിങ് കിട്ടിയെന്ന് എനിക്ക് തോന്നണേ. ഒരെണ്ണം കിട്ടി ഗൈസ്, ഒരു സാപ്ലിങ് കിട്ടി. നമുക്കിനി മൂന്നെണ്ണം കൂടി മതി. ഇനി നമുക്ക് സ്പ്രൂസിൻ്റെ മരം എന്തായാലും ആവശ്യം വരുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇവിടെ നിന്ന് എടുക്കാം ഗൈസ്. പിന്നെ ഞാൻ എന്തായാലും എൻ്റെ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ഇനി എന്തായാലും സ്പ്രൂസ് ഉപയോഗിക്കുന്നില്ല, ഫ്ലോറിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ അല്ലാണ്ട് ഞാൻ വലുതായിട്ട് ഉപയോഗിക്കുന്നില്ല ഗൈസ് എൻ്റെ വീട്ടിൽ. എന്നാലും നോക്കാം, നമുക്ക് സ്പ്രൂസിന് വേണ്ട. പക്ഷേ സ്പ്രൂസ് എൻ്റെ ഫേവറേറ്റ് മരമാണ്. എന്നാലും ഞാൻ ഡിസൈൻ ചെയ്ത് പോയി. ഇനിയിപ്പോൾ പണ്ട് ഇതൊക്കെ പിന്നെ ഫാം ചെയ്യണം. അതിന് നല്ല നമുക്ക് പെറിച്ച് ഫാം ചെയ്യണതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി ഇവിടെ നിന്ന് എന്തായാലും ഒരു സാപ്ലിംഗ് എടുത്തിട്ട് പോവാം. ഇല വെട്ടിയിട്ട് ഞാൻ ഒരു സാപ്ലിംഗ് എടുത്തിട്ട് തിരിച്ച് ഞാൻ പെറിച്ച് മരം വെട്ടിയിട്ട് ഗൈസ് കാണാം. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഞാൻ ഒരു കോമ്പസും കൂടി ഉണ്ടാക്കി ഗൈസ്. എന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഉള്ള അയണും റെഡ്സ്റ്റോണും വെച്ചിട്ട് കോമ്പസ് ഉണ്ടാക്കിയതിന് കാരണം എന്ന് വെച്ചാൽ ഈ കോമ്പസ് എപ്പോഴും നമ്മുടെ വേൾഡ് സ്പോണിലോട്ടേക്ക് കാണിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ വീട് ഞാൻ വേൾഡ് സ്പോണിലാണല്ലോ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് വീട് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കോർഡിനേറ്റ്സൊക്കെ മറന്നു പോകും. അപ്പോൾ നമുക്ക് ഈ സാധനം ഉണ്ടെങ്കിൽ പേടിക്കണ്ട. ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നേരെ കണ്ട് പോയാൽ മതി. ഈ സാധനം ഇങ്ങോട്ട് കാണിക്കണേ, ഹോട്ട് ബാറിൽ കാണിക്കുന്നതേ. ഞാൻ വിചാരിച്ചില്ല ഇവിടെ തൊട്ടടുത്തായിരിക്കുമെന്ന്. അപ്പോൾ ഈ സംഗതി ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നേരെ അങ്ങോട്ട് കാണിച്ചോളും ഡയറക്ഷൻസ്. അതുകൊണ്ട് ഈ സാധനം ലെജിറ്റാണ്. ഇത് നിങ്ങൾ സ്വന്തം സർവീസ് ഉണ്ടാക്കണതാണ്. നിങ്ങൾക്ക് കോർഡിനേറ്റ്സും ഒക്കെ അത്രയ്ക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഈ സാധനം നോക്കണതാണ് ബെസ്റ്റ് ഓപ്ഷൻ. ഗായ്സ്, ഒരു പ്രശ്നം സംഭവിച്ചു. എൻ്റെ ഉള്ള ഫുഡ് തീർന്നുപോയി, ബ്രെഡ് തീർന്നുപോയി. അപ്പോൾ എനിക്കൊരു ചോയ്സ് ഇല്ല, ഇനി തിരിച്ച് വീട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ നമുക്ക് തിരിച്ചങ്ങോട്ട് പോയിട്ട് ഞാൻ ഇച്ചിരി പൊട്ടാറ്റോ ഫാം ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് വരേണ്ടി വരും. അപ്പോൾ അതിൽ ഇച്ചിരി നേരം എടുക്കും ഗൈസ്. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കാമെന്ന് വെച്ചാൽ ഇനിയും വേണ്ട വരും ഗൈസ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ 54 ബിർച്ച് വുഡ് 57 ഉള്ളൂ. ഓക്ക് വുഡ് ആവശ്യത്തിനുണ്ട്. അത് ഒരു ഫ്ലോറിനും കണ്ട ആവശ്യത്തിന് ഓക്ക് വുഡ് കിടപ്പുണ്ട്. എനിക്ക് ബിർച്ച് വുഡും ആവശ്യത്തിനില്ല. എനിക്ക് ഇച്ചിരി കൂടി വേണം ബിർച്ച് വുഡ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യും? ചേച്ചി വീട്ടിൽ പോവുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഒപ്പിക്കുക. ഫുഡിൻ്റെ ഒരു സാധനം ഒരു റിസോഴ്സ് പൊട്ടാറ്റോ നേരത്തെ കഴിഞ്ഞ സീരീസിലെ പോലെ ഒന്ന് പൊട്ടാറ്റോ ഇടാം. എന്നിട്ട് പൊട്ടാറ്റോ ഒക്കെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൊട്ടാറ്റോ കുക്ക് ചെയ്തിട്ട് തിന്നാം. നല്ല ഐഡിയ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാം. എന്നിട്ട് പിന്നെയും മരവും വെട്ടാൻ തുടങ്ങാം ബിർച്ചിൻ്റെ. അല്ലാണ്ട് വേറെ പണിയില്ല ഗൈസ്. ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ നമുക്ക് വീഡിയോ തീർക്കാമെന്നാണ്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ഒരുപാട് ലോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ നമുക്ക് റിസോഴ്സ് മാത്രം കളക്ട് ചെയ്യാം. ഞാൻ വീഡിയോയിൽ അതായിരിക്കും പറയാൻ പോണത് ഗൈസ്. ഇൻട്രോയിലും കളക്ടിങ് റിസോഴ്സസ് എന്നാ പറയാൻ പോകുള്ളൂ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഇത് കളക്ട് ചെയ്യാം. ഏറ്റവും ഞാൻ ആദ്യം എൻ്റെ തലയിൽ വിചാരിച്ച ഈ എപ്പിസോഡിൽ തന്നെ എല്ലാം വീടൊക്കെ തീർക്കാമെന്നാണ്. കഴിഞ്ഞ സീരീസിൽ പോലെ ഞാൻ 2 എപ്പിസോഡ് നീട്ടി വെക്കാണ്ടാവുന്നതാണ്. 2 എപ്പിസോഡല്ല 4 എപ്പിസോഡെങ്ങാണ്ട് നീട്ടി വെച്ച് ഞാൻ വീടിൻ്റെ പണിയെന്നും പറഞ്ഞ്. അടിയിൽ അണ്ടർഗ്രൗണ്ടിൻ്റെ ബേസ്മെൻറ്റ് അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ എടുത്ത്. പിന്നെ അതൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും സെറ്റപ്പായി. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ വീഡിയോയിൽ റിസോഴ്സ് കളക്ട് ചെയ്യാൻ മാത്രം ചെയ്യാം. കാരണം ഞാൻ കഴിഞ്ഞ സീരീസിലെ പോലെ ഉടായിപ്പ് വീടല്ല. ഈ സീരീസിൽ ഇച്ചിരിയെങ്കിലും നല്ല വീടുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ സീരീസിൽ നല്ല ഈ പ്രാവശ്യം ഞാൻ നല്ലത് ഉണ്ടാക്കാൻ എനിക്ക് തലയിൽ ഒരു സെറ്റപ്പ് സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനം നോക്കിയിട്ടാണ് ഞാൻ ആ സാധനം ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എനിക്കൊരു നല്ല ഡിസൈൻ കിട്ടി, അങ്ങനെ പറയാം ഗൈസ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇച്ചിരി ഒരുപാട് വുഡ് വേണ്ട വരും. പിന്നെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഫെൻസ് ഗേറ്റ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒപ്പിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ബേസിൽ ചെല്ലാം. ബേസിൽ ചെന്നിട്ട്, ബേസ് എന്ന് വെച്ചാൽ വില്ലേജാണ്. നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ഇച്ചിരി പൊട്ടാറ്റോ ഫാം ചെയ്തെടുത്തിട്ട് നമുക്ക് പൊട്ടാറ്റോ കുക്ക് ചെയ്ത് തിന്നാം. ഗൈസ്, ഞാനൊരു കാര്യം ആലോചിക്കുകയാണ്. ഇവിടെ നിറച്ചും പൊട്ടാറ്റോ ഇവിടെ കിടക്കുന്നുണ്ട്. അതിപ്പോഴത്തേക്കും വളർന്നേ ഉണ്ടാവും. അപ്പോൾ ആ പൊട്ടാറ്റോ എടുത്ത് തിന്നാലോ, അതാണ് ആലോചിക്കണേ. അപ്പോൾ നമുക്ക് അങ്ങനെ തിന്നാം. ഞാനൊരു ഇവിടെ നിന്ന് ചാടിയാലോ? വേണ്ട,
ഫുഡ് കഴിക്കട്ടെ. എനിക്ക് ആ മരം വെട്ടിയിട്ട് കിട്ടിയ ആപ്പിളും വെച്ച് ഞാൻ കഴിക്കണം ഗൈസ്. ഒരവസ്ഥ. ആപ്പിളെന്ന് പിന്നെ കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണ്. നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് ആ ഒരു കറക്റ്റ് ഗ്രാസ് ബ്ലോക്കിൽ ചാടേണ്ടി വരും, ആ 2 എണ്ണത്തിൽ, അല്ലെങ്കിൽ നടക്ക് ചാടേണ്ടി വരും. അതും ചെയ്യാം. ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഗൈസ്. ഇത് ഞാൻ ചാടുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ചാവാൻ ചാൻസ് ഉണ്ട്. ഇത് പോവുകയാണെങ്കിൽ പോവും. ഓക്കെ. ഓനോ ഞാൻ ശരിക്കും മൂഞ്ചിച്ച്. അയ്യോ ഗൈസ്, ആ ഫ്ലവേഴ്സൊക്കെ താഴോട്ട് വീണ്. അതൊക്കെ എടുക്കാം, വെറുതെ ആവശ്യം വരും ഡെക്കറേഷന് വേണ്ടി. ഗൈസ് ഞാൻ ചത്തു എങ്ങനെ എനിക്ക് മനസ്സിലായില്ല. എന്തില്ലാട്ടെ ഗൈസ്, ചത്തു ഞാൻ. എൻ്റെ ആദ്യത്തെ ചാവല്, നമ്മുടെ ഈ സീരീസിലെ ആദ്യത്തെ ചാവല്, ഒരു ഹൈ പ്ലേസിന് വീഴായിരുന്നു എൻ്റെ ചാവല്. എന്തില്ലാട്ടെ ഗൈസ്, ഞാൻ വാട്ടർ ബക്കറ്റ് ക്ലച്ച് ചെയ്യാൻ നോക്കിയതാ. ഗൈസ് വെള്ളം കണ്ടോ, അവിടം വരെ പോയാ വെള്ളം. എന്തില്ലാട്ടെ ഗൈസ്, നമുക്ക് ഇനി ഞാൻ താഴെ എത്തിയിട്ട് വില്ലേജിലെത്തിയിട്ട് കാണാം ഗൈസ്. ഞാനൊരു വാട്ടർ ബക്കറ്റ് ക്ലച്ച് ചെയ്ത് ഗൈസ്, ഞാൻ വെറുതെ ആറ്റത്ത് മുകളിൽ ചാടിയതാണ്. കറക്റ്റായിട്ട് വാട്ടർ ബക്കറ്റ് ക്ലച്ച് ചെയ്ത് നമുക്കിത് എടുക്കാം, വെള്ളം തിരിച്ചെടുക്കാം. വാട്ടറിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടല്ല, ഇങ്ങനെയാണ്, ഇതാണ് പ്രശ്നം. ഇങ്ങനെ വലുതാവും, ഒരു ചെറുതായിട്ടാവാൻ പാടില്ലേ. അഞ്ഞാനോയങ്ങാണ് എന്തെങ്കിലാവട്ടെ. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് ഈ പൊട്ടാറ്റോ എടുത്തിട്ട് ക്യാരറ്റ് കിട്ടി ഗൈസ്. ക്യാരറ്റ് ഉണ്ട്, ക്യാരറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ ക്യാരറ്റും എടുക്കാം, പൊട്ടാറ്റോ എടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ എടുക്കാം. ഓക്കെ, പൊട്ടാറ്റോ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇച്ചിരി ഫാമിങ് ചെയ്യാം കേസ്. ഞാൻ അധികമായിട്ടും ചെയ്യല്ല, അതിന് അധികമായിട്ട് ചെയ്യണം ഞാൻ എൻ്റെ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ചെറുതായിട്ടൊന്ന് ഫാമിങ് ഒരു ഏരിയ വെക്കാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് വെള്ളം എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും വയ്ക്കാം, ബ്ലോക്ക് എന്തെങ്കിലും വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വെള്ളത്തിൽ നമ്മൾ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു പ്ലാങ്ക് വയ്ക്കാം. ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെയായി. നമുക്ക് ഇവിടെ ക്രാഫ്റ്റ് ബോർഡ് എടുത്തിട്ട് ഒരു ഹോ ഉണ്ടാക്കാം. സ്റ്റോണിൻ്റെ ഹോ ഇല്ലെങ്കിൽ നമുക്കൊരു സാധാരണ വുഡൻ ഹോ ഉണ്ടാക്കാം. നമുക്ക് ഇവിടെ ഇങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്യാൻ ടൈപ്പ് വയ്ക്കാം. ഈ ഏരിയയിലായതുകൊണ്ട് എത്ര വേണമെങ്കിൽ നമുക്ക് ഹോ ചെയ്യാം. കാരണം ഈ വെള്ളം വേണമെന്നില്ല, ഈ സൈഡിലത്തെ വെള്ളം നോക്കിക്കോളൂ. ഇവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ആവശ്യത്തിന് ഹോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നടാം. പറയാൻ മറന്ന്, ഈ ടെമ്പററി ആയിട്ടാണ് കേസ് വെച്ചേക്കണേ. നമുക്ക് ഈ ഓരോ സ്റ്റാക്ക് ഇത് നടാം. നമുക്ക് ഓരോ സ്റ്റാക്ക് നടാം, ഓരോ സ്റ്റാക്ക്. അപ്പോൾ നമ്മളിങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് നട്ടാൽ പെട്ടെന്ന് വളരുമെന്ന് ഞാൻ കണ്ടേ. ഇങ്ങനെ വയ്ക്കാം. നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇവനക്ക് ഒരെണ്ണം കൊടുക്കുക. ഇവന് ഇവിടെ നേരെ എൻ്റെ പുറത്ത് തന്നെയാണ്. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടാം ഗൈസ്. അപ്പം ഇങ്ങനെ നടുകൊണ്ട് നന്നായിട്ട് വളരുമെന്ന് കണ്ട് ഞാൻ കേട്ടാണ്. ഇത് പൊട്ടിക്കണമെങ്കിൽ തിന്നാൻ പോവാണ് ഞാൻ. എനിക്കറിയില്ല കേട്ടോ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, അതറിയാം. ഇവനക്ക് എന്താണെങ്കിൽ ഞാൻ കൊടുത്തതാണെന്ന് പോയോടെ നിന്ന്. നമുക്കപ്പോൾ ഇങ്ങനെ നടാം ഗൈസ്. അപ്പോൾ ഇനി നട്ടിട്ട് ഇനി ആവശ്യമുള്ള എല്ലാ സാധനവും ഫാർമും ചെയ്തിട്ട് കാണാം ഗൈസ്. ഞാൻ ആവശ്യത്തിന് ഫുഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 17 ബേക്ക്ഡ് പൊട്ടാറ്റോ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയ ഫാം സെറ്റാക്കി, ഇവിടെ ഒരു ചെസ്റ്റ് വെച്ചു. ഇവിടെ ചെസ്റ്റിൻ്റെ ഉള്ളിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം വെച്ചു. ഇവിടെ ഒരു സ്പ്രൂസ് ഇങ്ങനെ വളരാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചു. അതിൻ്റെ ഇവിടെ ഫർണസും വെച്ചു. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തോണ്ടും പോകാം നമുക്ക്. പിന്നെയും വരാൻ വെട്ടാൻ. അപ്പോഴത്തേന് രാത്രി ആവുന്ന തോന്നണം. അപ്പോൾ നമുക്ക് എൻ്റെ കയ്യിൽ ബെഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോകണ വഴിക്ക് ബെഡ് കിടന്ന് ഉറങ്ങാം.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ കയറി ചെല്ലുക. ഇവിടെ ആവശ്യത്തിന് കൂടുതൽ കിടപ്പുണ്ട് കേട്ടോ. എനിക്ക് കാണുമ്പോൾ എപ്പോൾ നോക്കിയാലും ഇവിടെ എവിടെ നോക്കിയാലും കിടപ്പുണ്ടാവും. എനിക്ക് ഇനി പേടിക്കേണ്ട ഈ പൊട്ട ഫാർമറിനെയാണ്. ഇവരെങ്ങാനും എൻ്റെ സാറ്റുമ്പോൾ കയറി ചെന്നാലേ, എൻ്റെ ഫാർമിൽ കയറി പണിഞ്ഞാലേ പ്രശ്നമാവും. അപ്പം നമുക്ക് ഇവന്മാർ കിടന്നുറങ്ങും ഇതിനകത്ത്. ഈ ശിവന്മാർ കിടന്നുറങ്ങുമ്പോൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് എഫിഷ്യൻ്റ് ആയതിനെ തന്നെയൊക്കെ ഓട്ടോമാറ്റിക് രാവിലെ ആക്കണ സാധനമൊക്കെ ഉണ്ടാക്കാം. ഇവന്മാർ കിടന്നുറങ്ങിയിട്ട് ഒരു ഉപയോഗമില്ല. നമ്മൾ കിടന്നുറങ്ങിയാലാണ് കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങാൻ നോക്കാം. ഉറങ്ങി ഇനി നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് ചെന്നാൽ മതി. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. സോ ഈ അപ്പുറത്തേക്ക് ചെയ്തിട്ട് കാണാൻ എനിക്ക് ഭയങ്കര പാടാം ഗൈസ് അപ്പുറത്തെത്താൻ. ഗൈസ് ഞാൻ എത്തിയിരിക്കുന്നു. ഈ സ്ഥലത്ത് എത്തി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ സെയിം സ്ഥലമല്ല. ഞാൻ മറ്റേ സ്ഥലം എവിടെയാണ് ഞാൻ നോക്കി ഒരുപാട് നേരം കിട്ടിയില്ല. പുതിയൊരു സ്ഥലത്തെത്തി. എങ്ങനെയൊക്കെയോ ഞാൻ എൻ്റെ മുകളിൽ ഇങ്ങനെയൊക്കെ കയറി. ഗൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് നോക്കുക ഗൈസ്. എന്ത് രസമാണ് കാണാൻ. ആ ലേക്ക് ഒക്കെ ഇവിടെ വീട് പണിയായിരുന്നു. ഇവിടെ സെറ്റപ്പായിട്ട് ഗൈസ് എന്ത് രസം കാണാൻ. ഗൈസ് നോക്ക് ലേക്കൊക്കെ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു ലേക്ക്, എൻ്റെ മുകളിൽ നിന്ന് ഒരു വാട്ടർഫാൾ. എന്തെല്ലാം വേൾഡ് ജനറേഷനാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അതൊരു ഇഗ്നോർ ചെയ്യാം. നമുക്കിനി ഇതുമായിട്ട് പണിയാം ഗൈസ്. 13 ദിവസമായി ഒരു നല്ല വീട് എൻ്റെ കയ്യിലില്ല. നമുക്കിനി വീട് പണിയാൻ നോക്കാം. എൻ്റെ കയ്യിൽ ബെർച്ചിൻ്റെ അധികവും ഇല്ല. അതാണ് ദേഷ്യം പിടിക്കുന്നത്. ബെർച്ചാണ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത മരമാണ്. കാണാനേ പ്രശ്നമുള്ളൂ. പിന്നെ ഡോറൊക്കെ ഇഷ്ടം എനിക്ക് അതിൻ്റെ, ബാക്കിയൊന്നും ഇഷ്ടമല്ല. അതിൻ്റെ പ്ലാങ്ക്സ് ഒരു ടൈപ്പ് വൈറ്റ്, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇഷ്ടമല്ല ഇടയ്ക്കിടയ്ക്ക്. എന്നാലും എൻ്റെ വീടിന് ഈ സാധനം വേണ്ട വരും. പിന്നെ അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ സാധനം ഇല്ലാണ്ട് വിലയാണ് ഗൈസ്. വെട്ടിയിട്ട് എൻ്റെ കയ്യിൽ ഒരു സ്റ്റാക്ക് എങ്ങാണ്ടായി തോന്നണേ. ഞാൻ മറന്നേ, എൻ്റെ ബെർച്ചിൻ്റെ ഒക്കെ എല്ലാം ഞാൻ മറ്റേ വെച്ചിട്ടുണ്ടാവും. മറ്റേ ചെസ്റ്റിലുണ്ട് എൻ്റെ വില്ലേജിലുള്ള. എനിക്ക് അതിനകത്തായിരിക്കും കിടപ്പണം എൻ്റെ ബെർച്ചിൻ്റെ എല്ലാം. ഇനി ഒന്നുമില്ല ഗൈസ്. ഇനി നമുക്ക് ഒരുപാട് മൈൻഡ് ചെയ്യേണ്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ ചെല്ലണം. എന്നിട്ട് ഉണ്ടാക്കലാണ് പണി. ഉണ്ടാക്കലും അടുത്ത എപ്പിസോഡായിരിക്കും. ഇനി ഈ എപ്പിസോഡിൽ റിസോഴ്സ് കളക്ട് ചെയ്യലാണ് ഗൈസ്. കാരണം ഞാൻ നല്ലൊരു വീട് ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ അതുകൊണ്ട് 2 എപ്പിസോഡ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആവശ്യത്തിന് ബെർച്ച് കളക്ട് ചെയ്തിട്ട് കാണാം ഗൈസ്. ഞാനപ്പോൾ മരം വെട്ടണതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം കണ്ടുപിടിച്ച ഈ കേവ് ഇവിടെ നിറച്ചും ആദ്യം തന്നെ ഒരുപാട് അയം കിടപ്പുണ്ടായിരുന്നു. അപ്പം എനിക്ക് ടോട്ടലി ഇത്ര ഓറ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 സ്റ്റാക്ക് ബെർച്ചും മൈൻ ചെയ്തിട്ടുണ്ട്. 2.5 സ്റ്റാക്ക് ബെർച്ചൊക്കെ മൈൻ ചെയ്തിട്ടുണ്ട്. 20 അയം കിട്ടി. എനിക്ക് 9 ഗോൾഡും കിട്ടി. 34 റെഡ് സ്റ്റോണും 5 കോപ്പറൊക്കെ കിട്ടി. ഇനിയും കിടപ്പുണ്ട് ഗൈസ് അയൺ. അപ്പോൾ ഞാൻ ഇവിടുന്ന് പറ്റുന്നതൊരു അയൺ മൈൻ ചെയ്തിട്ട് കാണാം. ഇത് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മരം വെട്ടാൻ പോകേണ്ടി വരും. എന്നാൽ ശരി ഗൈസ്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ്. ഞാൻ ഒരുപാട് സ്ലാബ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലാബ്സും വെച്ച് അങ്ങനെ ഒരു ബിൽഡപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ റിവറിൽ നമുക്കിങ്ങനെ ഒരു ചെറിയൊരു ലാൻഡ് പോലെ ഉണ്ടാക്കാം. എന്നിട്ട് ആ ലാൻഡിൻ്റെ മുകളിൽ വീടുണ്ടാക്കാം. അപ്പോൾ അതാണ് എൻ്റെ ഐഡിയ. നമുക്ക് നേരെ അങ്ങോട്ട് ചെന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഒരു ലാൻഡ് ഉണ്ടാക്കിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞാൻ ബേസിലെത്തി. ഇനി കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു കേവിലെത്തിയായിരുന്നു. ഞാൻ കേവ് കണ്ടുപിടിച്ചായിരുന്നു. ആ കേവിൽ നിന്ന് എനിക്ക് 40 അയം കിട്ടി. 40 അയണും പിന്നെ ഇച്ചിരി ഗോൾഡും പിന്നെ ഇച്ചിരി കോപ്പറൊക്കെ കിട്ടി ഗൈസ്. പിന്നെ ഞാൻ ഒരു കോമ്പസ് ഉണ്ടാക്കിയായിരുന്നു. ആ കോമ്പസ് ഉണ്ടാക്കിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എൻ്റെ വേൾഡിൻ്റെ സ്പോണ് കാണിക്കാനാണ്. എങ്ങനെയെങ്കിലും ഇത് മറന്നു പോയെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിലായില്ലേ, എങ്ങാനും ഞാൻ കോർഡിനേറ്റ്സ് മറന്നു പോവുകയാണെങ്കിൽ എനിക്ക് ആ കോമ്പസ് നോക്കി വന്നാൽ മതി, എൻ്റെ ഈ ബേസിലെത്താൻ പറ്റും. അപ്പം ഞാൻ അടുത്ത പണിയെന്ന് വെച്ചാൽ എനിക്ക് ബേസ് ഉണ്ടാക്കലാണ്. ആവശ്യത്തിന് എനിക്ക് തോന്നണ ഇത്രയും മതിയായിരിക്കും. ഞാൻ 2 സ്റ്റാക്ക് ബെർച്ചും പിന്നെ ഒരുപാട് ഓക്കും ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് മതിയെന്ന് എനിക്ക് തോന്നണേ. ഇനി നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഫസ്റ്റ് എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം വെള്ളത്തിൽ. അതിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം.
ഞാൻ ഇവിടെ വന്നിട്ട് 19 ദിവസമായി. ഇത്രയും നാളായിട്ട് ഞാൻ ഈ കാര്യം ശ്രദ്ധിച്ചില്ല ഗൈസ്. നോക്ക് ഗൈസ്, ഇവിടെ ഒരു പെർഫെക്റ്റ് വാട്ടർഫാള് ഇങ്ങനെ ഒഴുകി നാച്ചുറലായിട്ട് ഉണ്ടാക്കിയത് ഗൈസ്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നാച്ചുറലായിട്ട് ഇങ്ങോട്ട് പോകണം ഗൈസ്. ഇത് കറക്റ്റായിട്ട് നല്ല ദിവസമുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഈ അറ്റത്തു നിന്ന് ഈ വെള്ളം എവിടെ വീഴണേ അവിടെ നിന്ന് നമുക്ക് സ്ലാബ് ഇട്ട് വാങ്ങാം. എന്നിട്ട് നിങ്ങൾക്ക് വലുതാക്കി പ്ലാറ്റ്ഫോം ആക്കാം. അതാണ് രസം. ഹലോ ഗൈസ്, ഒരുപാട് നേരം കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഒരുപാട് നേരം കഴിഞ്ഞു. എൻ്റെ കയ്യിൽ ഓക്കിൻ്റെ വുഡ് എന്തായാലും ഈ വീടിന് ഞാൻ ഒരുപാട് കുറഞ്ഞു. അതുകൊണ്ട് ഞാൻ നമ്മുടെ സ്പ്രൂസ് മരം ഞാൻ 4 വെട്ടിയായിരുന്നു. ഒരെണ്ണം വെട്ടിയിട്ട് അതിൻ്റെ വുഡും വെച്ചിട്ട് അതിൻ്റെ ഒരു ഇതാക്കി നമ്മൾ ഇതെന്താണ് ഇതിന് സ്ലാബാക്കിയിട്ട് ഞാൻ സ്ലാബൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്ഥലം മതി നമ്മുടെ വീടുണ്ടാക്കാൻ. ഇവിടെ ആയിരിക്കും എൻ്റെ വീട് വരാൻ പോണേ. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലോറാക്കാൻ വീടിൻ്റെ, അല്ലെങ്കിൽ ഫ്ലോറിന് എന്തെങ്കിലും വ്യത്യാസം വരുത്താണെങ്കിൽ നമുക്ക് അപ്പോൾ ചെയ്യാമല്ലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ സ്പ്രൂസിൻ്റെ നിറച്ച് ഇത് വെച്ചു ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് മുഴുവനായിട്ട് പ്ലാങ്ക്സ് മറ്റേ ഇത് വയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഓക്കിൻ്റെ പ്ലാങ്ക്സ് വയ്ക്കുകയാണെങ്കിൽ ഒരു ബോറിങ് ആവും. അപ്പോൾ ഞാൻ അതിന് പകരം സ്പ്രൂസിൻ്റെ വെച്ചു. അതിൻ്റെ കൂടെ സ്ഥലങ്ങൾ കണക്റ്റൊക്കെ ചെയ്തു. ഇവിടുന്ന് ഇത് കണക്ട് ചെയ്തു, വില്ലേജിൽ നിന്ന് അവിടെ ഇത് കണക്ട് ചെയ്തു. പിന്നെ ഇത് ഞാൻ പറഞ്ഞ വാട്ടർഫാളിൻ്റെ അവിടെ നിന്ന് കണക്ട് ചെയ്തു. കാരണം ഞാൻ മുകളിൽ നിന്ന് നിങ്ങൾക്ക് വരുമ്പോൾ ചിലപ്പോൾ ഒരു രസത്തിന് കാണാൻ രസത്തിന് ഇപ്പോൾ 1 2 3 4 വഴിയിൽ നിന്ന് ഒരു സ്ഥലത്തോട്ടേക്ക് ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി നമുക്ക് വീട് പണിഞ്ഞാൽ മതി. അപ്പോൾ വീടുണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കൈ പിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് വീടുണ്ടാക്കാൻ തുടങ്ങാം. ഗൈസ്, ഞാൻ ക്രിയേറ്റീവ് വേൾഡിൽ പോയിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീടിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ നോക്കിയിട്ട് ഞാൻ ഒരുപാട് യൂട്യൂബിൽ നോക്കി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു നല്ല ഒരു ഇൻസ്പിറേഷൻ കിട്ടി. അതൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ആ ഇൻസ്പിറേഷൻ വെച്ചിട്ടാണ് ഞാൻ വീടുണ്ടാക്കുന്നത്. എല്ലാം ഓർമ്മയും വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീടുണ്ടാക്കാൻ തുടങ്ങാം ഗൈസ്. അപ്പോൾ ഞാൻ വീടുണ്ടാക്കി കണ്ടല്ലോ, വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറും സെറ്റാക്കിയിട്ട് നിങ്ങളെ കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ പകുതി ഭാഗം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഒരുപാട് നേരം കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്തതാണ്. എന്നുവെച്ചാൽ എൻ്റെ തലയിലൊന്നും ഞാൻ ചെയ്തു ഗൈസ്. അപ്പോൾ ഞാൻ ചെയ്തിരിക്കണം എന്താണെന്ന് പറയാം, സാധാരണ പോലെ സ്പ്രൂസിൻ്റെ ഞാൻ ഫ്ലോർ ഇട്ടു. പിന്നെ ഈ മരം വെച്ചിട്ട് പില്ലേഴ്സ് ഉണ്ടാക്കി. ഇവിടെ ഇങ്ങനെ സ്റ്റെയറൊക്കെ വെച്ചു. പിന്നെ ഇത് നമ്മുടെ സ്പ്രൂസിൻ്റെ മറ്റേ ഇതാണ് ഫെൻസ്. നമ്മൾ തുറന്നിട്ട് നമുക്ക് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് സ്പേസ് ഉണ്ട്. ഇങ്ങനെ മുകളിലോട്ടേക്ക് വരാണെങ്കിൽ അടുത്ത ഫ്ലോറിലോട്ടേക്ക് വരിക. പക്ഷെ എൻ്റെ അപ്പോഴത്തേക്കും എൻ്റെ ഉള്ള ഓക്ക് വുഡ് അങ്ങോട്ട് തീർന്നു പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെയും ഓക്ക് വുഡ് മരം വെട്ടാൻ വേണ്ടിയിട്ട് തിരിച്ച് അങ്ങോട്ട് ചെല്ലേണ്ടി വരും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാൻ ഓക്ക് വുഡ് ഇനി ആവശ്യത്തിനും വെട്ടിയിട്ട് കാണാം ഗൈസ്. ഞാനെങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. എങ്ങനെ വീട്ടിലും തിരിച്ച് വന്നിരിക്കുന്നു. ഓൾറെഡി ഞാൻ ഒരുപാട് ഓക്ക് വുഡ് കളക്ട് ചെയ്തു. അതിൻ്റെ കൂടെ ഇച്ചിരി ബെർച്ചും കളക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ചെന്നിട്ട് ഞാൻ ഇവിടെ ചെസ്റ്റിൽ എൻ്റെ കയ്യിലുള്ള മറ്റേ വുഡൊക്കെ ഞാൻ ഇവിടെ ഈ ചെസ്റ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വുഡ് ആവശ്യം വരുമ്പോൾ എല്ലാം എടുക്കാമല്ലോ. ഞാൻ ഇതൊക്കെ കൈ പിടിച്ച് വെച്ചേക്കാം, ആവശ്യം വരും. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമുക്ക് ഇതൊക്കെ ആവശ്യം വരും. ഈ ബെർച്ച് വുഡൊക്കെ കൈ പിടിച്ചേക്കാം, ആവശ്യം വരും. നമുക്ക് ഓക്ക് വുഡിൻ്റെ ഒരു ഷാക്ക് കൂടി ആയി. അപ്പോൾ ഇത് ആവശ്യം വന്നാൽ ഇത്രയും മതിയാവുമായിരിക്കും രണ്ടാമത്തെ ഫ്ലോറിന്. അപ്പോൾ നമുക്ക് നോക്കാൻ പോയിട്ട് ഞാൻ മുകളിൽ ഏറ്റവും കയറിയിട്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാം. നമുക്ക് വെള്ളിയും തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇത് തീരുമെന്നറിയില്ല. ഇത് രണ്ടാമത്തെ ഫ്ലോറും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണാം. വീഡിയോ തരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഒരിക്കലും മറക്കല്ലേ ഗൈസ്. ഈ വീഡിയോ ഉണ്ടായിരുന്നു, ഭയങ്കര പാടായിരുന്നു ഗൈസ് ഈ വീഡിയോ. ഗൈസ്, ആരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ബാക്കി നമുക്ക് വീഡിയോ കാണാം ഗൈസ്. അങ്ങനെ ഞാൻ ഒന്നാമത്തെ ഫ്ലോറ് 2 ഫ്ലോറാക്കി ഗൈസ്. രണ്ടാമത്തെ ഫ്ലോറും പണിഞ്ഞു. ഇത് പറഞ്ഞിട്ട് ഇത് അടച്ചിട്ട് ഇവിടെ ഇങ്ങനെ കയറി ചെല്ലുകയാണെങ്കിൽ സെറ്റപ്പ്. അപ്പം നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്. ഇവിടെ സ്ഥലമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ ബാൽക്കണിയിലെത്തും. അപ്പോൾ നമുക്ക് സെറ്റപ്പായി ഗൈസ്, നമ്മുടെ വീട് സെറ്റപ്പായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോക്ക് ഇത്രേ ഉള്ളൂ. എന്നാൽ ശരി ഗൈസ്, ബൈ ബൈ.